ഈ പെട്ടിവരവുകളും ഒക്കെ എല്ലാ രീതിയിലും ഉണ്ടാകും എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊണ്ടോട്ടിയുടെ ഈ ഒരു പരിസരം, ഈ കുബ്ബയുടെ പരിസരം, ദൃശ്യമികവ് അത് തന്നെയായിരിക്കും. അതായത് കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റിംഗ് അലങ്കാരത്തോടു കൂടി വ്യത്യസ്ത കാഴ്ച തന്നെയായിരിക്കും കൊണ്ടോട്ടിക്കാർക്കും ചുറ്റുപ്രദേശങ്ങളിലുള്ള ആളുകൾക്കും എന്നുള്ള കാര്യത്തിൽ തക്കിയൻസ് കൊണ്ടോട്ടി നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. അപ്പോൾ മെയ് 2-ാം തീയതിയാണ് കൊണ്ടോട്ടി നേർച്ച ആരംഭിക്കുന്നത്. ചന്ദനമെടുക്കുന്നത് വരെ ഈ ഒരു ചുറ്റുപ്രദേശങ്ങൾ ഒരു മിനി ബിനാലെ അല്ലെങ്കിൽ ഒരു മിനി ലിറ്ററേച്ചർ ഫെസ്റ്റൊക്കെ നടക്കുന്നത് പോലെ ഒരു അനുഭവം ആളുകൾക്ക് സമ്മാനിക്കണമെന്നാണ് തക്കിയൻസ് ടീം ഞങ്ങളിരുന്ന് ഇത് ശരിക്കും നമ്മളെ നാട്ടിൽ ഒരു കൊണ്ടോട്ടി നേർച്ച എന്ന് പറയുമ്പോൾ വരവും പിന്നെ അതിനോട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഇത്ര കാലമായിട്ടും ഇതുവരെ കൊണ്ടോട്ടി നേർച്ചയ്ക്ക് ആളുകൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു അലങ്കാരം ലൈറ്റും കൂടെ ഏറ്റവും കൂടുതൽ നന്നാക്കി കൊടുക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ. അതിനനുബന്ധപ്പെട്ട് ഞങ്ങൾ ഇരുന്ന് ശരിക്കും അതിൻ്റെ കമ്പ്യൂട്ടറും അതിൻ്റെ ചിത്രങ്ങൾ ഓൾറെഡി റെഡിയാക്കി. അപ്പം നമ്മളൊരു മനസ്സിലുള്ള ഒരു ചിത്രങ്ങളാണ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. കുബ്ബ, തക്കിയ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാം ഇവിടെയുള്ള ഇതിനോട് ബന്ധപ്പെട്ട എല്ലാം ഞങ്ങൾ ശരിക്കും ലൈറ്റും അലങ്കാരമായിട്ട് അത് ഒരു അടിപൊളിയാക്കി മാറ്റും ഇൻഷാ അല്ലാഹ്. മതമൈത്രിയുടെ സന്ദേശമുയർത്തുന്ന പ്രസിദ്ധമായ കൊണ്ടോട്ടി നേർച്ചയെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. മെയ് 2-ന് തോക്കെടുക്കൽ ചടങ്ങോടെ തുടങ്ങി 6-ന് ചന്ദനമെടുക്കൽ ചടങ്ങോടെയാണ് കൊണ്ടോട്ടി നേർച്ച സമാപിക്കുക. ഇത്തവണ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ വൈദ്യുത വിളക്കുകൾ കൊണ്ട് പ്രധാന കേന്ദ്രങ്ങളെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. കൊണ്ടോട്ടിയുടെ ഹൃദയഭാഗമായ കുബ്ബ, തക്കിയ, പ്രധാന അങ്ങാടികൾ എന്നിവയെല്ലാം മനോഹരമായ വർണ്ണവിളക്കുകളാൽ തിളങ്ങുന്ന കാഴ്ചകളാണ്. പ്രദേശത്തെ തക്കിയൻസ് കൂട്ടായ്മയാണ് അലങ്കാരത്തിനും മറ്റും നേതൃത്വം നൽകുന്നത്. കൊല്ലത്തെ നേർച്ചയിൽ പ്രത്യേകമായിട്ട് കാണാനുള്ളത് ലൈറ്റ് അലങ്കാരമാണ്. അത് കുബ്ബയും തക്കിയും ഇതുവരെ കണ്ടിട്ടില്ലാത്ത കൊണ്ടോട്ടിയിലെ ജനങ്ങൾക്ക് അതൊരു ആസ്വാദനമായിരിക്കും എന്നാണ് ഞാൻ ഇപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളത്. അത് നല്ല ഭംഗിയായിട്ട് തക്കിയൻസ് നടത്തുന്നുണ്ട്. കൊണ്ടോട്ടി തങ്ങളുടെ ഭരണകേന്ദ്രമാണ് തക്കിയ. ഈ തക്കിയുടെ പരിസര പ്രദേശങ്ങളിൽ സംഗീതവുമായി ബന്ധപ്പെട്ടവരുടെ കൂട്ടായ്മയാണ് തക്കിയൻസ് മ്യൂസിക് ആൻഡ് ട്രാവൽ. നേർച്ചയുടെ തുടക്ക ദിവസമായ മെയ് 2-ന് രാത്രി 7 മണിക്ക് തക്കിയൻസ് സംഗീത സംഘം അവതരിപ്പിക്കുന്ന ഖവാലി രാവുണ്ടാകും. തക്കിയുടെ പരിസരത്തുള്ള ഇലഞ്ഞിമര ചുവട്ടിലാണ് ഖവാലി അരങ്ങേറുക. നഹാസ് മുഹമ്മദ്, നസീറുദ്ദീൻ ഷാ തങ്ങൾ, ജംഷീദ് കുട്ടി, ഹാഷിം ചുണ്ടക്കാടൻ തുടങ്ങിയവരാണ് തക്കിയൻസിന് ചുക്കാൻ പിടിക്കുന്നത്. കൊണ്ടോട്ടി നേർച്ച ആരംഭിക്കുന്നത് തോക്കെടുക്കൽ ചടങ്ങോടുകൂടിയാണ്. അന്ന് ഒരുപാട് ആളുകൾ ചുറ്റുപ്രദേശത്ത് നിന്ന് ഈ പീരങ്കി പൊട്ടിക്കുന്ന കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് എത്തും. പക്ഷേ അതിനുശേഷം മറ്റൊരു കാര്യപരിപാടികളൊന്നുമില്ല. എന്നാൽ ഇത്തവണ കൊണ്ടോട്ടി നേർച്ചയുടെ ആ ആദ്യ ദിനം ഞങ്ങളുടെ തക്കിയൻസിൻ്റെ തന്നെ മനോഹരമായിട്ടുള്ള ഖവാലി അരങ്ങേറുന്നതാണ്. അത് വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരിക്കും. കൊണ്ടോട്ടിയിലെ ഇലഞ്ഞിമരച്ചുവട്ടിൽ തക്കിയുടെയും കുബ്ബയുടെയൊക്കെ ഈ ഒരു പരിസരത്തിൽ നല്ല ആംബിയൻസിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എത്തുക. കുറഞ്ഞ കാലം കൊണ്ട് ശ്രദ്ധ നേടിയ സംഗീത കൂട്ടായ്മയായ തക്കിയൻസിന് വലിയ ആരാധക സംഘവുമുണ്ട്. തുടർ ദിവസങ്ങളിൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പെട്ടിവരവുകളാണ് നേർച്ചയുടെ പ്രധാന ആകർഷണം. 6-ന് ചന്ദനമെടുക്കൽ ചടങ്ങോടുകൂടി ഈ വർഷത്തെ നേർച്ചയ്ക്ക് സമാപനമാകും. പലഹാരമായ മരീദ വിതരണവും നേർച്ചയുടെ ഭാഗമായി ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, എയർ 1.